പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈനയിലാണ് നമ്മളുള്ളത്. ചൈന എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്തത് ഒരു ഈവനിങ്ങിലാണ്. ആ ഈവനിങ്ങിൽ തന്നെയാണ് നമ്മുടെ അടുത്ത വീഡിയോ, അല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാമറ സെറ്റപ്പാണ്. BTS എടുക്കാൻ വേണ്ടി ഒരു ഫോൺ മൗണ്ട് ചെയ്യാനുള്ളൊരു സാധനം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ചൈന അല്ലെങ്കിൽ സ്ട്രീറ്റ്സ് ഓഫ് ചൈന ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാനും ബാസിത്തും. വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് ഫോട്ടോ ചാനൽ. ഞാൻ പറഞ്ഞ ഫുഡ് സ്ട്രീറ്റ് അങ്കളാണ്. എവിടെയാ ഫുഡ് സ്ട്രീറ്റ്? അങ്ങള് പോളം അല്ലേ? എന്നാവാ ഒരു പട്ടീനെ കൊണ്ട് ഒരു അമ്മൂമ്മ വരുന്നുണ്ടല്ലോ, നല്ല രസമുണ്ടാ പട്ടി. യെസ്, ആ വോഡഫോൺ പട്ടി, അത് തന്നെ. ഇത് ഹിപ്പ് ഹോപ്പ് സ്റ്റൈലാണ്, അങ്ങ് ഇന്ത്യയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫുഡ് കഴിച്ച ഇവിടെ നിന്നല്ലേ? യെസ്, കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഡിന്നർ കഴിച്ച്. നമസ്തേ, ഹലോ അടുത്തതിന് പറയാം. ഇവിടുത്തെ സ്വിഗ്ഗി അതാ പോണ, ഇവിടുത്തെ ബസ് അതാ പോണ, ഇവിടുത്തെ കാർ അതാ, ടാക്സി അതാ പോണ. ഒന്നുമില്ല, നമ്മൾ ചുമ്മാ അവിടുത്തെ സ്ട്രീറ്റിലൂടെ ഒക്കെ അങ്ങനെ നടക്കുക, നിർത്തി കുറച്ച് ഫോട്ടോ എന്തെങ്കിലും കണ്ടാൽ എടുക്കുക, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്. യെസ്, നമ്മൾ ക്യാമറയിലും നമ്മുടെ ഫോണിലും നമ്മൾ ഫോട്ടോ എടുക്കും. ഈ ക്യാമറ, അതിപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുന്ന ക്യാമറ നമ്മുടെ സ്ഥിരം വ്ളോഗിങ് ക്യാമറ ആയിട്ടുള്ള DJI Pocket 3 ആണ്. ചൈനയിലെ മക്കാവു എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് നമ്മളുള്ളത് കേട്ടോ. അത് 1999 വരെ മക്കാവു വേറെ തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ഒരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു. 999 ഇത് ചൈനയോട് ചേർന്നിട്ട് ചൈനേൻ്റെ ഭാഗമായത്. ചെറിയൊരു പാർക്ക് വൈബ് സ്ഥലം. ചൈനയിലൊരു ബസ് വെയിറ്റിംഗ് ഷെഡ്, ബസ് സ്റ്റോപ്പ്. ക്ഷീണിച്ചാ? അയ്യോ, 2 കുട്ടികൾ ഒരു വണ്ടിയിലിട്ടുണ്ട് കൊണ്ടിരുന്നു. ഞാൻ ഒന്ന് അങ്ങോട്ട് കിടക്കട്ടെ. കിടക്കണം. ടൊയോട്ടൻ്റെ നല്ല ഭംഗിയുള്ളൊരു വണ്ടി. എന്താ പേര്? ഹൈബ്രിഡ് CHR, ടൊയോട്ട CHR. നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഒരു വണ്ടി. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇതെന്താ, ഒരു പാർക്കാണോ എന്താന്ന് അറിഞ്ഞൂടാ, നമുക്കത് പോയി നോക്കാം. ലുക്സ് ലൈക്ക് എ പാർക്ക് അല്ലേ? ഫോർമർ ഐസ്ലോങ് ഫയർ ക്രാക്കർ ഫാക്ടറി. ഇതെന്താ? നോ സ്മോക്കിങ്, തിങ്സ് നോട്ട്, ഇതൊക്കെ എന്തൊക്കെയാണ്? വണ്ടി പട്ടി ഒന്നും ഉള്ളോട്ട് പാടില്ല. ഓക്കെ, നമ്മളതൊന്നും അല്ലല്ലോ, അപ്പം നമുക്ക് ഉള്ളോട്ട് പോവാം. നല്ല രസമുണ്ട് അല്ലേ ആ ഒരു ഫീല്. ഗ്രീനും ഈ റെഡും. സ്ട്രീറ്റ്സ് ഓഫ് ചൈന. നമ്മൾ നടന്ന് ചെറിയൊരു ഫുഡ് സ്ട്രീറ്റിലെത്തി. ഇവിടെ കുറേ ആളുകളൊക്കെ ഇരുന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഫാമിലിയൊക്കെ ഇരുന്നിട്ട്. അങ്ങനത്തെ ഒരു സ്പോട്ട്. തിരക്കുണ്ട്, അതിന് മേൽക്കൂടെ അങ്ങനെ പോയി.
ഇവിടുത്തെ ഒരു പോപ്പുലർ ഫുഡ് സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നത്. നല്ല തിരക്ക്, ഒരു ജാതി ചീഞ്ഞ മണമുണ്ട് ഇവിടെ. പക്ഷെ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ കൊതിയോടെ ഇവിടെ ഇങ്ങനെ പല ഷോപ്പുകളിലും ക്യൂ ആണ്. വൃത്തികെട്ട മണം. ബീഫാ അത് ബോട്ടി ആ ടേസ്റ്റ് ചെയ്യുന്നോ? എന്താ ടേസ്റ്റ് ചെയ്യ. എൻ്റെ എക്സ്പ്രഷൻ എടുക്കാൻ. എന്താ സ്ഥിതി ഷേറാ? എന്താ സ്ഥിതി? പോരാ അല്ലേ? ഞാൻ റിസ്ക് എടുക്കില്ല ബാബുവാ. ആ കെട്ട മണാതായിരുന്നു അല്ലേ? അതന്നെ കറക്റ്റ് ഈ തിന്നും ചെയ്ത്. ഇത് നല്ലൊരു ഫ്രെയിമാണല്ലോ, ആ ഒരു പശുവിൻ്റെ ഫോട്ടോ ഒക്കെ ആയിട്ട്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ രാത്രി എല്ലാവരും കൂടെ ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞ ടൈം ആയിട്ടുണ്ട്. ഏകദേശം 7:30 7:20 7:30 ലോബിയിലെത്താനാണ് പറഞ്ഞത്. യെസ്, അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ അവിടെ എത്തി. യെസ്, റൈറ്റ് ഓൺ ടൈം. We went for a walk. We went to some random food street. Okay. And we were capturing some videos. Huh? No rest? What is no rest? Rest. No rest? Oh, I'll take rest when I go back to India. You big mask girl, right? What? Yeah, I'm vlogging. Kita masuk vlognya orang India. അതെ, അവൾ പറയുന്ന പോലെ ഞങ്ങൾ ഓടിക്കയച്ച് വന്നതാ. ഇവർ ഞങ്ങളെ താഴെ വെയിറ്റ് ചെയ്യുന്നു. 7:30 താഴെ ലോബിയിൽ മീറ്റ് ചെയ്യാൻ അവർ പറഞ്ഞത്. പക്ഷെ ഞങ്ങളെല്ലാം കൂടെ നടക്കാൻ പോയിട്ട് എല്ലാം കൂടെ 7:45 ഇപ്പോൾ തിരിച്ചും കൂടെ എത്താൻ. Hannah? Yes. For today's dinner, where are we going? It was a local restaurant. Okay. We can have some traditional local food. Is it nearby? Yeah, not far. We will walk there by 10 minutes. Okay. Yeah. So what's your impression for now about Macau? Very beautiful. We were walking to some random food street. Uh-huh. It was very beautiful. We took a lot of videos. Nice. ഇവിടെയാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്നത്. സ്കില്ല് നോക്കട്ടെ. Yeah. Besok nak orang kok nak rasa minggu tak? Yeah. Boleh. Aboy. Anggar kirim mesej BPD mu. അധികം ഷോ ഒന്നും കാണിക്കില്ല. നേരെ എടുത്ത് കിട്ടിയാൽ തിന്നാം. 我以为他们用筷子 对. 用手吃 ഓളം കൂടെ ഇട്ടത്. അത്രയും ലാഭം. Oh yeah, കിട്ടി. water. Oh yeah. People love to, drink some hot. Today I will show you something really special, the local food. Yeah, and Is it same as yesterday? no, totally different. I ordered kind of like 10 different dishes, which allow you to taste the different chicken, vegetable, and also the beef. Yeah, and different from yesterday, different from our lunch, and also tomorrow the lunch different, tomorrow the dinner different. I will show you the whole amazing food, Chinese food. Yeah. ഇവിടുത്തെ എന്തോ ഒരു ലോക്കൽ ഡ്രിങ്ക് ആണ്. Yeah, for sure. ലൈം ഫ്ലേവേർഡ് സോഡ വാട്ടർ. This is a little. Oh, okay, you go there. ഇത് സീ ഫുഡിന്റെ സാധനം തോന്നുന്നു അല്ലേ? ഒരു സീ ഫുഡ് മണം. എന്നാൽ അണ്ടിപ്പരി വന്നു. അടുത്ത ഡിഷ് വന്ന് കോണിൻ്റെ എന്തോ ഒരു സാധനമാണ്. Yeah. Spicy. നമ്മളെ കോണ്. അടുത്ത സാധനം വന്നു. ഇതെന്തത്? 我们吃一些辣的牛肉。 ബാസിത്ത് അവിടുന്ന് തിന്ന് തുപ്പി കുടുങ്ങിയ ഒരു ബീഫിന്റെ സാധനം ഏതാ ഒരു പ്ലേറ്റ് എന്നോട് വെച്ചുകൊടുത്തിട്ടുണ്ട്. സന്തോഷായില്ലേ ബാസി ചേട്ടാ? അത് 2 കഷ്ണം എടുത്ത് പെരുക്കിക്കണല്ലോ. വേണ്ട ഓ എൻ്റെ പൊന്നോ വേണ്ട.
ഞാൻ ഈ അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു പൊറോട്ട കിട്ടും. ഇത് ബീഫിന്റെ എന്തോ ഒരു സാധനമാണ്, എന്താണെന്ന് അറിയില്ല. The beef. Sorry, the blood. Tom and Jerry we watch even as You know Belfield? You know Belfield? ഒക്ടോപ്പസ് അല്ലെങ്കിൽ നീരാളി. Belfield is in India. Hannah, what is this? Broccoli. This is Octopus. Seafood. നീരാളിന്റെ മറ്റൊരു ഡിഷ്. ഇതൊരു ടൈപ്പ് ഓഫ് മഷ്റൂം ആട്ടോ. ഇങ്ങനെ കൂട്ടമായിട്ട് ഒരു ബേസിൽ നിന്ന് ഒരുപാട് കൂട്ടമായിട്ട് ഇങ്ങനെ മേലോട്ടുണ്ടായതാണ്. ക്രഞ്ചി. ബൈ ദ വേ, ചൈനയിലെ പാക്ഡ് കരിമ്പ് ജ്യൂസ്. Anybody wanna try sugarcane juice? Sugarcane. ഈ കുറച്ച് വയറ് നിറയാൻ കുറച്ച് റൈസേ കൈവച്ച് തിന്നട്ടെ. ഇതൊരു ഇവിടുത്തെ എന്തോ ഡ്രിങ്ക് ആണ്, മൊത്തം ചൈനീസ് ആയതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാവില്ല. ഇവള് പറഞ്ഞത് ഐസ് ടീ എന്നാണ്. The Chinese name. ഇത് ഐസ് ടീ ആണ്. ചെറിയ മധുരമുണ്ട്. ഒരു പഴയ കട്ടൻ ചായൻ്റെ ചായ. How do you like it? Yeah, I can live. Yeah, it's hard to say, right? You couldn't say you like it or you not Ah, like it, but it's fine though. Yeah, it's fine. Yeah, it's. കഴിഞ്ഞു, ഡിന്നർ കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് ചിലപ്പോൾ ഹോട്ടലിലേക്ക് പോകും, അല്ലെ നമ്മൾ വെറുതെ നടക്കാം. Street photo. Right? Waiting. Ronaldo. Are you putting it on YouTube? Yes, I will be. What's your YouTube channel? Little bit. Photo channel. Bye. Hey, what a viewers! Messi or Ronaldo? ഇന്ന് രാത്രി കയറിയ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് 2 ഫ്രൂട്ട് മേടിച്ച്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വെറൈറ്റിയാണ്, പക്ഷെ ഡ്രാഗൺ ഫ്രൂട്ട് അല്ല, കാണാൻ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഉള്ളൊക്കെ കാണാൻ സെയിം ആണ് അവിടുത്തെ ഫോട്ടോയിൽ കണ്ടത്. പിന്നെ ഇത് ഞാൻ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള ചൈനീസ് മാങ്ങ. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഏകദേശം 350 രൂപ വിലയുണ്ട്. ഈ ഒരെണ്ണത്തിന് ചെറുതാട്ടോ. ഈ മാങ്ങയ്ക്ക് ഏകദേശം 150 രൂപയും വിലയുണ്ട്. ഞാൻ അങ്ങനെ പോകുന്ന സ്ഥലത്തു നിന്നൊക്കെ ഞാൻ ഫ്രൂട്ട്സ് ടേസ്റ്റ് ചെയ്യാറുണ്ട്. ആ വകുപ്പിൽ വാങ്ങിയതാണ്. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടി ഇത് ഓൾറെഡി പൊളിച്ച് ഞാൻ പകുതി തിന്ന്. ഇത് നമ്മളെ കറുത്ത മുന്തിരില്ലേ, കറുത്ത മുന്തിരിക്ക് ആ ഒരു പുളി ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഒരു ചോയ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവറും നല്ല മധുരമുണ്ട്. വെരി സ്വീറ്റ്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അടുത്ത് ഈ മാങ്ങേൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടി ഓൾറെഡി ഞാൻ കഴിച്ച്. എനിക്കിൻ്റെ മാങ്ങ തോല് എത്താണ്ട് തിന്നാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ തോലോട് കൂടി ഞാൻ കഴിച്ചത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി പിന്നെ ഞാനൊരു ക്ലോത്ത് കൊണ്ട് അമർത്തി ഇതിൻ്റെ സ്കിന്ന് എല്ലാം തുടച്ചെടുക്കും. എന്നിട്ടാണ് ഞാൻ കഴിക്കൽ. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധാ മാങ്ങല്ലേ, നമ്മൾ മേടിക്കുന്ന മാങ്ങല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ. ഭയങ്കര ജ്യൂസിയാണ്, അത് നല്ലോണം വെള്ളം ഉണ്ട് ഇതിൽ. പിന്നെ ഭയങ്കര മധുരമില്ല, ഒരു മീഡിയം സ്വീറ്റായിട്ടുള്ള. പിന്നെ ഇതിൻ്റെ ഷെല്ലിലായിരുന്നു നല്ല ഫ്ലേവറിൽ. അപ്പോൾ ഇതിൻ്റെ മീറ്റിനേക്കാളും എനിക്ക് ഈ ഷെല്ലിൻ്റെ ആ ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടമായത്. ഇതിന് ഏകദേശം 140-150 രൂപ വിലയുണ്ടെന്ന് പറഞ്ഞില്ലേ. അത്ര ഇത് വേർത്താണോ? ഒരിക്കലുമല്ല, അത്ര പോരാ. അടുത്ത ദിവസം രാവിലെയായി. അപ്പോൾ
നമ്മുടെ കൂടെയുള്ള അമേരിക്കക്കാരൻ മൈക്കിൾ എന്നാണ് പുള്ളിയുടെ പേര്. ഞാനും മൈക്കിളും ബാസിത്തും കൂടെ രാവിലെ ഒരു ഫോട്ടോ വാക്കിന് ഇറങ്ങിയതാണ്. ഈ മക്കാവിൻ്റെ ഒരു ഓൾഡ് ടൗൺ ഉണ്ട്. അപ്പോൾ ഫുള്ളൊരു പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ഒരു ടൗണാണ്. ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ വിചാരിക്കുന്നത്. നമ്മൾ ടാക്സി തേടി ഒരു ബസ് സ്റ്റോപ്പിലെത്തി. യെസ്, ടാക്സി. നല്ല ചൈനീസ് മ്യൂസിക് അല്ലേ ബസ്സത്തെ, റിലാക്സിങ്. റോമൻ ആംപി തിയേറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ ഒരു കുട്ടി റോമിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. യെസ്, നമ്മുടെ ലൊക്കേഷനിലെത്തി നമ്മൾ. മിനി റോം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചു. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ വീണിത്തിൻ്റെ കൈക്കൊരു പരിക്കുറ്റി. റീക്യാപ്പ്. ഇനി നമുക്ക് ഒന്ന് സ്ലോ മോഷനിൽ കാണാം. യെസ്, ആ സ്പോട്ട് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് നടക്കുകയാണ്. ഇന്ന് വന്നിട്ടിപ്പോൾ കാര്യമായിട്ടൊന്നും കണ്ടില്ല, വലിയ ലാഭമൊന്നും ഉണ്ടായില്ല. ഞാൻ ഒന്ന് വീണിട്ട് കൈ നിലത്ത് പ്രസ്സായിപ്പോയി. ഈ ജോയിൻ്റ് ചെറിയൊരു വേദന ഉണ്ട്. അതാപ്പം ഇപ്പോൾ ലാഭം ഉണ്ടായത്. ഇന്ന് നിന്ന സ്ഥലത്തുനിന്ന് നല്ല സിറ്റി വ്യൂ ഉണ്ട്. കൊള്ളാമല്ലേ? നമ്മളൊരു കഫേയിൽ കയറുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൈക്ക് ഇങ്ങനെ വേദന ഉണ്ട് പറഞ്ഞപ്പോൾ ഒരു കെട്ട് ഐസ് തന്ന് കൈക്ക് വെക്കാനായിട്ട്. ഞാൻ അവരോട് ഒറ്റ ഐസ് ചോദിച്ചു. എൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ കൈക്ക് വെക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ കെട്ടാക്കി തന്നു. അയ്യോ, വെള്ളം. നമ്മൾ മേടിച്ച സാധനങ്ങൾ രണ്ടെണ്ണമാണിത്. ഇത് ഞാൻ ഓർഡർ ചെയ്തതും ഇത് ബാസിത്ത് ഓർഡർ ചെയ്തത്. നമ്മൾ നടന്നിപ്പോൾ മറ്റൊരു സ്ഥലത്തെത്തി. നല്ല രസമുള്ളൊരു സ്ട്രീറ്റ്. ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി നമ്മൾ പോണത് ഒരു അമ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളുണ്ട്. അപ്പോൾ ഈ സിറ്റി ഇങ്ങനെ മൊത്തം ഇങ്ങനെ പുതിയ സംഭവങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പഴയ ഒരു ട്രഡീഷണൽ ടച്ച് കുറച്ചെങ്കിലും കിട്ടുന്ന ഒരു സാധനം ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു ടെമ്പിളുണ്ട്. ചെറിയ ടെമ്പിളാണ്. ഇത് ഫുള്ള് ആളുകൾ അവരുടെ പ്രേയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഓരോ ആഗ്രഹങ്ങൾ എഴുതി വെച്ചാണ്. ചിലതിലൊക്കെ ഇംഗ്ലീഷ് ഉണ്ട്. അത് വായിച്ചിട്ടാണ് എനിക്ക് ഇത് മനസ്സിലായത്. കണ്ടോ, ഇതിനകത്ത് ഏതൊരു ടോം ഫാമിലി, ടാൻ ഫാമിലിയാണോ ഇതിൽ അവർ എഴുതിയിട്ടുണ്ട്. ഗുഡ് ഹെൽത്ത്, പ്രൊട്ടക്ഷൻ, വെൽത്ത്, പ്രൊമോഷൻ, പ്രോസ്പെരിറ്റി. ഇതുപോലെ ഓരോ ആളുകൾ അവർക്ക് വേണ്ട സാധനങ്ങൾ എഴുതി വെച്ചാണ്. ഗേറ്റ് കടന്ന് വന്നാൽ തന്നെ ഈ ചെറിയൊരു ടെമ്പിൾ ബിൽഡിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് മേലോട്ട് കയറാനുള്ള സ്റ്റെപ്പുകൾ കാണുന്നുണ്ട്. നമുക്ക് പതുക്കെ മേലോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ടെമ്പിളിൻ്റെ റൂഫ് നല്ല ഭംഗിയുണ്ട് കാണാൻ. നൈസ്. പിന്നെയും മേലോട്ടുണ്ട്, കയറി നോക്കാം. ഈ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ ചന്ദനത്തിരികളാണ്.
അവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ചന്ദനത്തിരികൾ വരുന്നത്. അത് തൂക്കിയിടുന്ന സമയത്താണ് അതുപോലെ ഒരു കൊട്ട പോലെ നിൽക്കുന്നത്. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. ഇവിടെ നിന്ന് ഫുൾ സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഇന്നത്തേക്ക് റൂം കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവണമെന്നാണ് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ ആന പറഞ്ഞത്. യെസ്, അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ഷിഫ്റ്റ് ചെയ്ത് നമ്മളിനി ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. എൻ്റെ കൈക്ക് ചെറിയ വീക്കുണ്ട്, അവിടെ ചതവുണ്ടോണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഹാന എന്തോ ഒരു ചൈനീസ് മെഡിസിൻ എന്തോ ഒരു സാധനം എടുത്ത് ഒട്ടിച്ചെന്നിട്ടുണ്ട്. നമ്മൾ നമ്പർ 33 ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് പിടിച്ചിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനായിട്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ വണ്ടി ഹോണൊക്കെ വർക്ക് ചെയ്യില്ലേ? നമ്പർ 33 ബസ് ഇതേ എത്തി. ഇവിടുത്തെ ബസ് ഭയങ്കര സ്പീഡാണെങ്കിലും പിടിച്ചു നിന്നു എന്നോട് പറഞ്ഞ്. ഞാനൊക്കെ അറിയില്ലല്ലോ നമ്മളെ ഇന്ത്യൻ ബസ്സിൻ്റെ അവസ്ഥ. നമ്മളെ കൈമേൽ ചൈനീസ് മെഡിസിൻ ഉണ്ട്, ഇന്തോനേഷ്യൻ മെഡിസിൻ ഉണ്ട്. ചൈനീസ് മെഡിസിനും ഇന്തോനേഷ്യൻ മെഡിസിനും കൂടെ ഒരു ഇന്ത്യൻ ഹാൻഡ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ വെച്ചുകൊടുക്കുകയാണ്. നമ്മളെ അമേരിക്കക്കാരൻ്റെ അടുത്ത് അവൻ്റെ അവിടുത്തെ മെഡിസിൻ ഉണ്ട്. അത് കഴിക്കണം. ഞാനത് ഫുഡിന് ശേഷം കഴിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ യങ് മാൻ എങ്ങനെയുണ്ടാ? കൈയൊക്കെ സൈഡായി, കയ്യിലിരിപ്പിൻ്റെ. വിവിധ ഇനം സ്ട്രീറ്റ് ഫുഡുകളാണ്. ചിക്കൻ, പോർക്ക്, ഫിഷ്. ഫിഷിനെ തച്ച് വന്നിരുന്നില്ല, തലക്കടിച്ചു. നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. കൈ ഇങ്ങനെ ഇവിടെ വീങ്ങി വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഉണ്ടോ അവസ്ഥ? ഇവിടെ വീക്കമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന ഫുഡ്. നമ്മളെല്ലാത്തൊന്നും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പുറത്തെ ടേബിളിൽ 1-2 ഐറ്റം പോർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ടേബിൾ മാറ്റി വെച്ചത്. ഈ ടേബിളിൽ ഇരിക്കുന്ന ആരും പോർക്ക് കഴിക്കാതെ ആൾക്കാരാണ്. ഇന്നത്തെ ഫുഡ് ഞാൻ അത്ര എൻജോയ് ചെയ്തില്ല കേട്ടോ. അത് ഇന്നലെയും മിഞ്ഞാന്ന് ഞാൻ എൻജോയ് ചെയ്ത് അത്ര ഇന്നത്തെ ഫുഡ് എൻജോയ് ചെയ്തിട്ടില്ല. നമ്മളെ നാട്ടിലൊക്കെ ചൈനീസ് ഫുഡിന് ഒരു പ്രത്യേക ചുവ ഉണ്ടാവുമല്ലോ. ആ ചുവയൊന്നും എനിക്ക് ആദ്യമായിട്ട് ഇവിടുത്തെ ചൈനീസ് ഫുഡിന് കിട്ടി. എന്നാലും മിഞ്ഞാന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അതത്ര ഇഷ്ടമായില്ല. എനിക്ക് നല്ലോണം ഇഷ്ടം. നിനക്ക് ഇഷ്ടപ്പെടും. നീ ഇന്ത്യയിലെ ചൈനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്നതാണല്ലേ? ഒരാഴ്ച പഴക്കമുള്ള ഓയിലാണ്. അപമാനിക്കുന്നു ഞങ്ങളെ. ഇത് 1955 തുടങ്ങിയ അന്ന് മുതലുള്ള ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെ ഞങ്ങൾ പോയിരിക്കും. നമ്മളിനി അടുത്ത സ്ഥലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ എന്തോ ഒരു ഫ്ലവർ ഗാർഡൻ, അങ്ങോട്ടാണ് പോകുന്നത്. എൻ്റെ ഫ്ലവർ ഗാർഡൻ കഴിഞ്ഞിട്ട് എൻ്റെ കൈ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കും. നല്ല പെയിനുണ്ട്. നേരത്തൊക്കെ തൂക്കിയിടുമ്പോൾ സീനില്ലായിരുന്നു. ഇപ്പം എന്ത് ചെയ്താലും പെയിനാണ്. ഇവിടുത്തെ ആളുകൾക്കൊക്കെ ആനിമെ അല്ലെങ്കിൽ കാർട്ടൂണുകൾ അവരുടെ കൾച്ചറിൻ്റെ, അവരുടെ കുട്ടിക്കാലത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. ഇവിടുത്തെ വലിയ ആളുകൾക്കും ചെറിയ ആളുകൾക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന, ഫോട്ടോ എടുക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും വരുന്ന ഒരു പോപ്പുലർ സ്ഥലമാണിത്. നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട്, ഹോസ്പിറ്റലല്ല, നമ്മളൊരു എക്സ്റേ എടുത്തു. ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണെങ്കിൽ ഇവിടെ മക്കാവിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് നമ്മുടെ പേപ്പർ വർക്ക് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ എടുക്കുമെന്നാണ് പറഞ്ഞത്. ചൈനൻ്റെ മെയിൻലാൻഡിലാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു, പെട്ടെന്ന് തന്നെ പോയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മെഡിസിൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ മരുന്നുകളൊക്കെ കിട്ടണമെങ്കിൽ അതിനൊക്കെ ഡോക്ടറെ കാണിക്കാം, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചാലേ കിട്ടുള്ളൂ. ഇവിടുത്തെ ഫാർമസിയിൽ വിൽക്കുന്നതൊക്കെ സാധാ പെയിൻ കില്ലേഴ്സ്, അതേപോലെ ഫേസ് ക്രീം, അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതാണ് ഇവിടെ ഫാർമസിയിൽ മൊത്തമുള്ളത്. പിന്നെ നമ്മുടെ അമൃതാഞ്ചനൊക്കെ പോലത്തെ കുറേ സാധനങ്ങളുണ്ട്. അമൃതാഞ്ചനല്ല, ടൈഗർ ബാമൊക്കെ പോലത്തെ കുറേ സാധനങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ ഫാർമസിയിലുള്ളത്. ഏതായാലും കൈ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ പെയിൻ കില്ലർ കിട്ടി, അത് കഴിച്ചിട്ടിപ്പോൾ പെയിൻ ഇച്ചിരി കുറവുണ്ട്. അതേപോലെ നമ്മൾ കൈക്ക് ഇടുന്ന ഒരു വെൽക്രോൻ്റെ ഒരു സംഭവമില്ലേ, കൈ അനങ്ങാതെ നിൽക്കാൻ വേണ്ടിയിട്ട്, അതും ഇവിടെ എവിടെയും കിട്ടൂല. അപ്പോൾ അത് ഹാന ചൈന മെയിൻലാൻഡിൽ നിന്ന് ആരെയോ കൊണ്ട് ഇങ്ങോട്ട് വരുത്തുന്നുണ്ട്. അത് കുറച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ ഞാനും മൈക്കിളും ബാസിത്തും കൂടെ ഞങ്ങളേതായാലും ഈ ഒരു ഈവനിങ് ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ്. ഇവിടെ അടുത്തൊരു ടെമ്പിൾ ഉണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് എന്തെങ്കിലും കാണാൻ പറ്റുമോ, നല്ല കാഴ്ചകൾ വല്ലതും കാണാൻ പറ്റുമോ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ സീബ്ര ലൈനില്ല, അപ്പോൾ അത് നമ്മൾ അവിടെ
ഇത് അവിടെ ആയിട്ടുണ്ടോ റെഡ് സിഗ്നൽ ഉണ്ട്. അപ്പോൾ അത് പച്ച കത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ പച്ചയ്ക്കൊന്നും വെയിറ്റ് ചെയ്യണം. നമ്മൾ കാലയിലേക്ക് വെച്ച എല്ലാ വണ്ടികളും നടന്നു നിൽക്കും. എക്സ്ട്രാ ഡീസൻറ്റ്. നടന്ന് നമ്മൾ നമ്മുടെ അമ്പലത്തിലെത്തി ലാസ്റ്റ്. വാ, let's go until someone stop us. കൊള്ളാം, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. ഒരു പ്രത്യേക ഫീൽ കിട്ടുന്നത്. ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണിത്. ഈ ടെമ്പിളിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുൻ ലാം അല്ലല്ലേ, ഇയാമായിരിക്കും. കുൻ ഇയാം എന്ന് പറഞ്ഞൊരു മെഴ്സി ഓഫ് ഗോഡസ് ഓഫ് മെഴ്സി അവർക്ക് വേണ്ടി നിർമ്മിച്ച ടെമ്പിളാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. 1279-ൻ്റെയും 1308-ൻ്റെയും ഇടയ്ക്കുള്ള വർഷങ്ങളിലാണ് ഇത് നിർമ്മിച്ചത്. ഒരു 12 അല്ലെ 13-ാം നൂറ്റാണ്ടിലെ സംഭവമാണ്. വെൽക്കം ഫ്രഷ് സൂപ്പർ മാർക്കറ്റ്. ഈ എഴുത്ത് കാണുമ്പോൾ തന്നെ ചെറുപ്പത്തിൽ ഗെയിം കളിച്ച ഓർമ്മകൾ വരുന്നത് അല്ലേ? വീഡിയോ ഗെയിം മെമ്മറീസ് ഇനേബിൾഡ്. ഇവിടുത്തെ മക്കാവോ ഡോളർ എങ്ങനെ നമ്മളെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇതിപ്പോൾ 15 അല്ലേ, അതിൻ്റെ കൂടെ ഒരു 0 ഇട്ടിട്ട് ആ 15 ഒന്നുകൂടെ കൂട്ടുക. അപ്പോൾ 150 + 15 165. മക്കാവിലെ കറൻസി ഇവിടുത്തെ $1 നമ്മുടെ 11 ഇന്ത്യൻ റുപ്പീസാണ്. ഉപ്പിൻ്റെ വില നോക്കുക, എത്ര ഗ്രാം ഉണ്ട്? അപ്പോൾ ഉപ്പ് 1/4 കിലോയ്ക്ക് ഇവിടുത്തെ $3 പറയുമ്പോൾ ഒരു 33 റുപ്യ ഉണ്ടാവും. അപ്പോൾ 1/4 കിലോ, അപ്പോൾ 33, 66, 120. അപ്പോൾ 1 കിലോ ഉപ്പിന് ഏകദേശം 130 റുപ്യ. നമ്മുടെ നാട്ടിൽ 10 റുപ്യക്ക് കിട്ടും, ചിലത് 20 റുപ്യക്ക്. ഇവിടുത്തെ ചൈനയിൽ ഐസ്ക്രീം കഴിക്കാൻ പൂതിയായിട്ടൊരു സാധനം എടുത്തു, കണ്ട് ഇഷ്ടമായി എടുത്തു. ഇതിൻ്റെ വില 16 എന്ന് പറയുമ്പോൾ ഏകദേശം 150 റുപ്യ ഉണ്ടാവും. കൊള്ളട്ടോ, അത് അലിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡബ്ബയിലാണ് തരുന്നത്. ഡബ്ബല്ല, അതിനായിട്ടൊരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. യാ, ഫിനിഷിങ് ഏതാ അല്ലേ? ഓ യാ, സ്മൂത്ത് ക്രീം. ഇതിലും നല്ല മിൽക്ക് ഐസ്ക്രീം ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് അടിപൊളിയാണ്. ഏറ്റവും മികച്ചതെന്ന് പറയാല്ല, കൊള്ളാം. ഇനി നമ്മൾ പോകുന്നത് ഒരു ചൈനീസ് സെമിത്തേരിയിലേക്കാണ്. ആർ വി ഗോയിങ് ഇൻസൈഡ്? ഐ വിൽ ജസ്റ്റ് ടേക്ക് എ ലുക്ക് ആൻഡ് ഐ വിൽ കം ബാക്ക്. ഒരു ചൈനീസ് സെമിത്തേരിയാണ് കേട്ടോ. ഓ, വീഡിയോഗ്രാഫി അലൗഡ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്നില്ല, ബാക്കോട്ട് പോവാം. യാ, നോ വീഡിയോ. എല്ലാ വണ്ടിക്കും ഇവിടെ ക്യൂട്ട്നെസ് ആണ് മെയിൻ. നോക്കൊരു ഓറഞ്ച് കുത്തിച്ച് ഇഷ്ടം പോലെ പാർക്കുകളാട്ടോ ഇവിടെ. സിറ്റി മൊത്തം പാർക്കുകളാണ്. നടക്കാൻ അറഞ്ചം പറഞ്ഞാൽ നടക്കാം. നല്ല രസമുണ്ടല്ലേ? പെറ്റ് സ്പാ ആണ്. Right on time. Yeah, bro, how are you feeling? Better. ഫുഡ് കഴിക്കുന്ന ഭാഗം ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഏതായാലും ഇന്നത്തെ ആ ഒരു ഡേയും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോവുകയാണ്. കളിച്ചോടൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് തീർക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമ്മളെ മെയിൻ ചൈന ഐറ്റിനറി കഴിഞ്ഞ് നമ്മൾ നാളെ ഫ്രീ കറങ്ങലല്ലേ വാസിത്തല്ലേ തോന്നിയ പോലെ. അപ്പോൾ നാളത്തെ ഫ്രീ കറങ്ങലിൻ്റെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ. വരെ ആഷിഖ് അസീം സൈനിങ് ഔട്ട്.
ഈ കൈ കൊണ്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പൊത്തണമെന്നുണ്ട്, പക്ഷേ കൈ പൊങ്ങുന്നില്ല, ഡാമേജ് ആയിട്ട്. പോട്ടെ.